വരുന്നു. GCCയുടെ അടിയന്തര യോഗത്തെ സംബന്ധിച്ച് വി വിനോദ് വിവരങ്ങൾ നൽകും. വി വിനോദ്, ഇത് മധ്യേഷ്യയിൽ മുഴുവൻ സങ്കീർണമാകുന്ന യുദ്ധതരംഗം അല്ലെങ്കിൽ മിസൈൽ തരംഗം വരികയാണ്. മധ്യേഷ്യയിൽ പല രാജ്യങ്ങൾ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തെ ബഹ്റിൻ ഒക്കെ വലിയ ഗൗരവത്തോടെ ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. അവർ പ്രതിരോധിക്കേണ്ട സാഹചര്യം. ഒപ്പം തന്നെ ഈ GCC ഇപ്പോൾ എന്ത് നിലപാടെടുക്കും? എന്താണ് ഈ അടിയന്തര യോഗത്തിൻ്റെ വിവരങ്ങൾ? മനു, വളരെ നിർണായകമായൊരു നീക്കമാണ് GCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, അവരുടെ ഒരു കൗൺസിലാണ്. ഇപ്പോഴത്തെ നില തുടർന്നു കഴിഞ്ഞാൽ അത് ഈ മറ്റ് ഗൾഫിലെ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന നില അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സ്വാഭാവികമായി GCCയിലെ അംഗങ്ങളാണ് ബഹ്റിൻ, കുവൈറ്റ് അവിടുത്തെ അംഗമാണ്, ഖത്തർ അംഗമാണ്, സൗദി അറേബ്യ അംഗമാണ്, UAE അംഗമാണ്. UAEയിലേക്ക് ആക്രമണം വന്നു, ഖത്തറിലേക്ക് ആക്രമണം വന്നു, കുവൈറ്റിലേക്ക് ആക്രമണം വന്നു, ഡ്രോൺ. ബഹ്റിനിൽ അവിടെ അമേരിക്കൻ നേവൽ ബേസിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ആക്രമിക്കപ്പെടുന്നു. ഒമാനിലേക്കും ആക്രമണമുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ GCC രാജ്യങ്ങളെ ഇത് വളരെ 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 ശക്തമായി ബാധിച്ചിരിക്കുന്നു എന്നതല്ലേ വിനോദ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒമാനെ ആക്രമിച്ചതിൽ ഖത്തറിൻ്റെയും സൗദിയുടെയും പ്രതിഷേധം ഇതിനകം വന്നു കഴിഞ്ഞു. അവർ അവരുടെ ആക്രമണത്തെ അവരുടെ നിലപാടിലൂടെ അവർ എതിർക്കുന്നുണ്ട്, അവർ അപലപിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചതിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു നിലയുണ്ടാകുന്നു. ഈ സ്ഥിതി തുടരുന്നത് പ്രത്യേകിച്ച് GCCക്ക് ഗുണം ചെയ്യില്ല. ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. സ്വാഭാവികമായും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവർ ഈ ഒരു പ്രതിസന്ധി മറികടക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. നില തുടരുന്നത് ഗുണകരമാകില്ല. കാരണം ഇതിപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, ഖമേനിയുടെ വധം അത് സ്ഥിരീകരിക്കുന്നു, അതിനുശേഷം പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയുന്നു. അതിനുശേഷം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കി എന്ന ഒരു കാരണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആക്രമണങ്ങൾ നടക്കുന്നത്. വിനോദം, നമുക്ക് അതിൻ്റെ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഒക്കെ നമുക്ക് നൽകേണ്ടതുണ്ട്. എനിക്ക് നിറയെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് യൂട്യൂബിൽ. നമ്മുടെ അബുദാബിയിൽ നിന്ന് PJ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്ന അബുദാബിയിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല എന്ന് പറയുന്നു. ദുബായിൽ സങ്കീർണമാണെന്ന തരത്തിലാണ് സന്ദീപ് സൗലിജാസ് മെസ്സേജ് അയക്കുന്നത്. ഇസ്രയേൽ നല്ല കിട്ടണം എന്ന് പിന്നെ എന്നോട് മിസ് ഹബ് പറയുന്നു. സ്റ്റേ സേഫ് എന്ന സന്ദേശം PJ എല്ലാവർക്കും നൽകുന്നുണ്ട്. KH വ്ളോഗ്സ് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. മൂൺ ക്ലൗഡി പറയുന്നത് ഞാൻ ദുബായിൽ നിന്ന് കുറച്ച് ദിവസമായേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മൂൺ ക്ലൗഡ്, അവിടെ കാര്യങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ദിവസമേ ദുബായിൽ നിന്ന് വന്നിട്ടാണോ കുറച്ച് ദിവസം, അതോ ഇനി അവിടെ കുറച്ച് ദിവസമാണോ എന്നറിയില്ല. ഏതായാലും ആകെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ സ്വർണ്ണലത എന്നോട് പറയുന്നു, മരണം മുന്നിൽ കണ്ട് കുടുംബത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുക എന്ന് ചിന്തിക്കാൻ പോലും വയ്യ എന്ന്. അപ്പോൾ യുദ്ധത്തിനെതിരെയുള്ള ഇതാണ് വരുന്നത്. DRMP മണി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹം എന്നോട് പറയുന്നു, സങ്കുചിതമായി ചിന്തിക്കുന്ന നേതാക്കളും പൗരാവകാശങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ചവിട്ടിമെതിക്കുന്ന ഭരണാധികാരികളും നല്ല ജനാധിപത്യത്തിനും സമാധാനത്തിനും ഇതൊന്നും നന്നാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് പല ആളുകളും യുദ്ധത്തിനോടുള്ള അവരുടെ പ്രതികരണങ്ങളാണ്. ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തതോടെ എന്ന് ചോദിക്കുന്നവരോട് എല്ലാം സ്വന്തം കാര്യമേ നോക്കുള്ളൂ, നമ്മുടെ രാജ്യവും നമ്മുടെ സേഫ്റ്റിയെ നോക്കുള്ളൂ. ഇറാനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ചൈനയും റഷ്യയും അവസാനം മുങ്ങി എന്ന് പറയുന്നു. റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പാണ് ഇറാനിൽ എന്ന് എന്നോട് ചില ബേബി പറയുന്നു. ഓക്കെ, അപ്പോൾ പലരും ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, എനിക്ക് അങ്ങനെ സ്പീഡിൽ വായിക്കാൻ കിട്ടുന്നില്ല. ഇറാൻ തീർന്നു എന്നാണ് അഖിലിൻ്റെ അഭിപ്രായം. മതഭരണകൂടമല്ല, ജനാധിപത്യ ഭരണമാണ് വേണ്ടത് എന്ന് എന്നോട് വനജ ഹരിദാസ് എനിക്ക് യൂട്യൂബിൽ മെസ്സേജ് അയക്കുന്നു. ചൈനയും റഷ്യയും ഒക്കെ മാളത്തിലാണെന്ന് പരിഹസിക്കുന്നവരുണ്ട്. അഖിൽ പറയുന്നു ഇയാൾ പറയുന്നത് വളരെ ശരിയാണെന്ന്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓക്കെ, അപ്പോൾ ഇറാന് നല്ലത് കിട്ടണം. ഫൈസല എന്നോടൊപ്പം ചേർന്നിരുന്ന